1990 സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ നീണ്ടുനിന്ന ഒരു രാഷ്ട്രീയ മതറാലിയായിരുന്നു രാമരഥയാത്ര. ആ യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് LK അദ്വാനിയായിരുന്നു. വിശ്വ ഹിന്ദു പരിഷത്തും സംഘപരിവാറുമെല്ലാം ഈ യാത്രയുടെ ഭാഗമായിരുന്നു. അവർ മുൻപോട്ട് വെച്ച ആശയം ഇതാണ്: രാമന്റെ ജന്മഭൂമിയായ അയോധ്യയിൽ പണിതിരിക്കുന്ന ബാബറി മസ്ജിദ് എന്നു പേരുള്ള മുസ്ലിം മോസ്ക് പൊളിച്ചു മാറ്റണം, പകരം അവിടെ ഒരു രാമക്ഷേത്രം നിർമ്മിക്കണം. നിരവധി സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോയ ഈ യാത്ര വലിയൊരു വിഭജനത്തിന് തിരികൊളുത്തുകയായിരുന്നു. ഇതേ തുടർന്ന് ഇന്ത്യയിലെമ്പാടും വർഗീയ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേരിതിരിഞ്ഞ് ആക്രമിച്ചു. പലരും ദാരുണമായിട്ട് കൊല്ലപ്പെട്ടു. അതിനെ തുടർന്ന് 1992 ബാബറി മസ്ജിദിന് നേർക്ക് ആക്രമണമുണ്ടായി. അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഇന്ത്യ നിന്ന് കത്തുകയായിരുന്നു. LK അദ്വാനിയുടെ ഈ രഥയാത്രയ്ക്കും അതുപോലെ ബാബറി മസ്ജിദ് തകർക്കുന്നതിനുമിടയിൽ ഒരു കാര്യം സംഭവിച്ചിരുന്നു. ഇന്ത്യയെ നാണം കെടുത്തിയ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ മുഴുവനും ഇന്ത്യയിലേക്ക് വരുവാൻ കാരണമായ ഒരു സംഭവം. അതായിരുന്നു അജ്മീർ സെക്സ് സ്കാൻഡൽ. ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നതിനും 8 മാസം മുൻപാണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. പക്ഷേ മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ ഈ ചൂഷണത്തിന്റെ കഥ തുടങ്ങുന്നത് അന്നായിരുന്നില്ല, അതിനും ഏതാനും വർഷങ്ങൾക്ക് മുൻപായിരുന്നു. പിൽക്കാലത്ത് ബാബറി മസ്ജിദ് തകർക്കുവാനുള്ള വർഗീയ കലാപ ആഹ്വാന പ്രചരണത്തിന് എണ്ണ ഒഴിക്കുന്നതിൽ, ആ കലാപം ആളിക്കത്തിക്കുന്നതിൽ ഈ സംഭവം വലിയൊരു പങ്ക് വഹിച്ചിരുന്നു. ഇന്ത്യയെ നടുക്കിയ അജ്മീർ കൂട്ടബലാത്സംഗത്തിന്റെ നാൾവഴികളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ആയിരത്തി 1992 ഏപ്രിൽ മാസം രാജസ്ഥാനിലെ അജ്മീർ എന്ന സ്ഥലം. ഹിന്ദു മുസ്ലിം വർഗീയ കലാപം, പരസ്പരമുള്ള സ്പർദ്ധയുടെ ആ കനലുകൾ അങ്ങിങ്ങാട്ടി ചാരം മൂടി കിടപ്പുണ്ടെങ്കിലും അജ്മീറിലുള്ള ജനങ്ങൾ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയുമാണ് ജീവിച്ചു വന്നത്. അങ്ങനെ ഇരിക്കവെയാണ് അതുണ്ടായത്. ഒരു മനുഷ്യൻ അജ്മീറിലെ തെരുവുകളിലൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ പതിവില്ലാത്ത ഒരു കാര്യം അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. തെരുവിന്റെ ഇരുവശത്തുമായിട്ട് നിൽക്കുന്ന ആളുകൾ അയാളെ വല്ലാത്തൊരു മുഖഭാവത്തോടെ നോക്കുന്നു. ഈ മനുഷ്യനെ ഒന്നും മനസ്സിലായില്ല. അയാളെ മറികടന്നു പോകുന്ന ആളുകളും നെറ്റി ചുളിച്ച് വല്ലാത്തൊരു ഭാവത്തോടെയാണ് നോക്കുന്നത്. ഈ മനുഷ്യന് വലിയ ചിന്താക്കുഴപ്പമുണ്ടായി. എന്തുകൊണ്ടാണ് മറ്റുള്ളവർ തന്നെ ഇങ്ങനെ നോക്കുന്നത്? അങ്ങനെ ആലോചിച്ചുകൊണ്ട് അയാൾ മുൻപോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അയാൾ നടന്നു പോകുന്ന വഴിയുടെ എതിർവശത്തു നിന്നും അയാളുടെ ഭാര്യ ഇങ്ങോട്ടേക്ക് വരുന്നു. അവരുടെ കൈവശം ഒരു ഫോട്ടോയുണ്ട്. അതും നെഞ്ചോടമർത്തി കരഞ്ഞുകൊണ്ടാണ് അവർ വരുന്നത്. ഈ കാഴ്ച കണ്ട് ഓടി വന്ന ആ മനുഷ്യൻ എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചു. ആ സ്ത്രീ ഒന്നും പറയാതെ തന്റെ കൈവശം ഇരുന്ന ഫോട്ടോ എടുത്ത് അയാൾക്ക് നേരെ നീട്ടി. തന്റെ ഭാര്യ തനിക്ക് നേരെ നീട്ടിയ ആ ഫോട്ടോയിലെ ഉള്ളടക്കം കണ്ടതും അയാൾ നിലത്തേക്ക് ഇരുന്നു പോയി. പിന്നെ പരിസരം മറന്ന് അലറി കരയുവാനായിട്ട് ആരംഭിച്ചു. ആ ഫോട്ടോയിൽ അയാൾ കണ്ടത് പരിപൂർണ നഗ്നയായിട്ട് നിൽക്കുന്ന തന്റെ മകളുടെ ചിത്രമായിരുന്നു. എന്നാൽ ഇത് വെറും ഒരു ആരംഭം മാത്രമായിരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ട ആ മനുഷ്യൻ മാത്രമല്ല, അജ്മീറിലെ നിരവധി മാതാപിതാക്കളും ഇതുപോലെ നിലവിളിക്കുവാൻ തുടങ്ങി. ആ ദേശത്തിന്റെ സന്തോഷം എന്നേക്കുമായിട്ട് തല്ലിക്കെടുത്തപ്പെട്ടു. ഇതിനെ തുടർന്ന് മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. അജ്മീറിലുള്ള നിരവധി പെൺകുട്ടികൾ, അതും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ എന്നു വേണ്ട, അങ്ങനെ നിരവധി പേർ തുടർച്ചയായിട്ട് ആത്മഹത്യ ചെയ്യുവാൻ തുടങ്ങി. എന്തിനാണ് തങ്ങളുടെ മക്കൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത്? അതിന്റെ കാരണം എന്താണ്? ഇതൊന്നും ആ മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നു. അവർ അമ്പരന്ന് പോവുകയാണ്. അതേ സമയത്ത് അജ്മീറിലുള്ള നിരവധി സ്ത്രീകൾക്ക് വിവാഹം ആലോചിച്ചു വെച്ചിരുന്നു. പലതും ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. സാധാരണയായിട്ടൊരു വിവാഹാലോചന നടക്കുമ്പോൾ ചെറുക്കന്റെ വീട്ടുകാർ ചെയ്യുന്നത് എന്തായിരിക്കും? പെണ്ണിന്റെ ഗ്രാമത്തിലെത്തി തന്റെ മകൻ വിവാഹം ചെയ്യുവാനായിട്ട് പോകുന്ന കുട്ടി നല്ലവളാണോ, അതോ അവൾക്ക് വേറെ ഏതെങ്കിലും അഫയർ ഉണ്ടോ? അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ അവർ അന്വേഷിക്കും. ഈ കാര്യങ്ങളെല്ലാം സമീപത്തുള്ള ജനങ്ങളോടായിരിക്കും ചോദിക്കുന്നത്. എന്നാൽ അജ്മീറിൽ സംഭവിച്ചത് നേരെ മറിച്ചായിരുന്നു. അജ്മീറിൽ നിന്ന് യുവതികളെ വിവാഹം ആലോചിച്ച ചെറുക്കന്റെ വീട്ടുകാർ നേരെ പോയത് ഈ അയൽവാസികളുടെ അടുത്തേക്കല്ല. അവർ നേരെ പോയത് ഒരു പ്രസ് ഓഫീസിലേക്കാണ്. അവർ പ്രസ് ഓഫീസിലെത്തിയ ശേഷം ഭാവി വധുവിന്റെ ഫോട്ടോ കാണിച്ച് ഈ കുട്ടിയുടെ ന്യൂഡ് ഫോട്ടോ ഇതിനു മുൻപ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അവരോട് ചോദിക്കും. അവരാരും ആ കുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ടില്ലെങ്കിൽ മാത്രമാണ് ആ വിവാഹാലോചനയുമായിട്ട് അവർ മുൻപോട്ട് പോകൂ. നേരെ മറിച്ചാണ് സംഭവിക്കുന്നത് എങ്കിൽ ആ ബന്ധം അവിടെ വെച്ച് മുറിയും. ഒരു വിവാഹ ആലോചനയ്ക്ക് വേണ്ടി കുട്ടിയുടെ ഫോട്ടോ ഒരു പ്രസ് ഓഫീസിൽ കൊണ്ടുവന്ന് ഈ കുട്ടി നല്ലവളാണോ മോശപ്പെട്ടവളാണോ എന്ന് അറിയുവാനായിട്ട് മറ്റുള്ളവർ അന്വേഷിക്കണമെങ്കിൽ അവിടെ അന്ന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അതെ, അജ്മീറിൽ അന്ന് ജീവിച്ചിരുന്ന യുവതികളുടെ അവസ്ഥ എക്സാക്ട്ലി ഞാൻ ഈ പറഞ്ഞത് തന്നെയായിരുന്നു. ഏതാനും ചില മാധ്യമ സ്ഥാപനങ്ങളുടെ ക്ലീൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമാണ് അവർക്ക് വിവാഹം നടക്കൂ. ഇതിനെല്ലാം കാരണം ചില ഫോട്ടോസ് ആയിരുന്നു. അജ്മീറിൽ അന്ന് ജീവിച്ചിരുന്ന 100 കണക്കിന് പെൺകുട്ടികളുടെ ന്യൂഡ് ഫോട്ടോസ് അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിരുന്നു. ഈ ന്യൂഡ് ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നത്
വെറും 11 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള പെൺകുട്ടികളായിരുന്നു. അതോടെ അപമാനം സഹിക്കുവാൻ കഴിയാതെ പല പെൺകുട്ടികളും ആത്മഹത്യ ചെയ്തു. എന്താണ് ഈ ദേശത്ത് നടക്കുന്നത്? ആരാണ് ഈ ഫോട്ടോസ് എല്ലാം എടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഇതെല്ലാം ചെയ്തത്? ഇതെല്ലാം അന്വേഷിച്ചവർക്ക് മുൻപിലേക്ക് മറ്റൊരു യാഥാർത്ഥ്യം കൂടി തുറന്നു വന്നു. ആത്മഹത്യ ചെയ്ത യുവതികൾക്കെല്ലാം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു കോമൺ ഫാക്ടർ ഇവരെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നു. അന്വേഷണത്തിൽ പോലീസിനും മനുഷ്യാവകാശ സംഘടനകൾക്കും മനസ്സിലായത് ഇതാണ്: ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളും നാട്ടിലെങ്ങും കാട്ടുതീ പോലെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയിലുള്ള കുട്ടികളും ഒരേ സ്കൂളിലും ഒരേ കോളേജിലും പഠിക്കുന്നവരാണ്. ഇതായിരുന്നു ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പൊതുവായിട്ടുള്ള ഘടകം. എന്നാൽ തങ്ങളുടെ നഗ്ന ഫോട്ടോകൾ വ്യാപകമായിട്ട് പ്രചരിച്ചിട്ടും ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിന്ന ചില യുവതികൾ ഉണ്ടായിരുന്നു. അവരോട് അവരുടെ മാതാപിതാക്കൾ ചോദിച്ചു എന്താണ് ഇതിന് പിന്നിലെ കാരണമെന്ന്. തങ്ങളുടെ മാതാപിതാക്കളോട് ആ കുട്ടികൾ തങ്ങൾക്കുണ്ടായ യാതന, ദുരനുഭവം തുറന്നു പറഞ്ഞു. അതിന്റെ ചുരുക്കം ഇങ്ങനെയായിരുന്നു: അജ്മീറിലുള്ള ഒരു കൂട്ടം ആളുകൾ ഇവരടക്കം നിരവധി പെൺകുട്ടികളെ പല സ്ഥലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് മദ്യവും മയക്കുമരുന്നും നൽകി. പിന്നെ ഗ്യാങ് റേപ്പ് ചെയ്തു. അതിനുശേഷം ഈ കാര്യം പുറത്തു പറയാതിരിക്കുവാനായിട്ട് വിവിധ ആംഗിളുകളിൽ നിർത്തി നിരവധി ഫോട്ടോകൾ എടുത്തു. ഇതിന് പിന്നിലുള്ള കരങ്ങൾ ആരുടെയാണെന്ന് മനസ്സിലാക്കിയ ആ മാതാപിതാക്കൾ ഒത്തുചേർന്ന് സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തു. എന്നാൽ അവരെ അവിടെ കാത്തിരുന്നത് ഒരു നീതി നിഷേധമായിരുന്നു. ഈ മാതാപിതാക്കളുടെ പരാതിയിൽ പറയുന്ന ആ വ്യക്തികൾ സാധാരണക്കാരല്ല. അജ്മീറിലെ തന്നെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള കുടുംബങ്ങളിൽ ഒന്നാണ്. മാത്രവുമല്ല, പ്രതികളെന്ന് പറയുന്നവർ രാഷ്ട്രീയപരമായിട്ട് വലിയ ബന്ധങ്ങളുള്ള ആളുകളാണ്. അതുകൊണ്ട് പോലീസ് ഈ കേസ് രജിസ്റ്റർ പോലും ചെയ്തില്ല. കൂടാതെ ഈ കേസിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. റേപ്പ് ചെയ്യപ്പെട്ട എല്ലാ പെൺകുട്ടികളും ഹിന്ദുക്കളാണ്. റേപ്പ് ചെയ്തവരാകട്ടെ മുസ്ലിങ്ങളും. ആ സമയത്ത് ഇന്ത്യ എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാവുന്ന ഒരു വർഗീയ കലാപത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന നാളുകളാണ്. അങ്ങനെയുള്ളപ്പോൾ ഇതുപോലൊരു കേസ് പുറം ലോകം അറിഞ്ഞാൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും. ഈ കാര്യം പോലീസിനും അറിയാം. അതുകൊണ്ടാണ് അവർ കേസ് എടുക്കുവാനായിട്ട് വിസമ്മതിച്ചത്. പോലീസ് ഈ കേസ് എടുക്കുവാനായിട്ട് വിസമ്മതിച്ചുവെങ്കിലും മാധ്യമങ്ങൾ വിട്ടില്ല. അവർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള സകല പ്രതികളുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കി അത് പുറത്തേക്ക് വിടുകയാണ്. അതിനുശേഷം ഈ വാർത്ത ഇന്ത്യ മുഴുവനും ഒരു കാട്ടുതീ പോലെ വ്യാപിക്കുകയാണ്. എന്നാൽ ഇത്രയുമായിട്ടും പോലീസ് കുറ്റവാളികൾക്കെതിരെ യാതൊരു ആക്ഷനും എടുത്തില്ല. അതോടെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി. ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് സമരങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അജ്മീറിൽ പലയിടത്തും ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം ആക്രമിച്ചു. കാരണം ഒന്നോ രണ്ടോ കുട്ടികളായിരുന്നില്ല ഈ കുറ്റവാളികളുടെ ഇരകളായത്. 250-നും മുകളിൽ സ്ത്രീകളെ റേപ്പ് ചെയ്ത് അവരുടെ ന്യൂഡ് ഫോട്ടോസ് ഇവർ എടുത്തു വെച്ചിരുന്നു. അജ്മീർ കത്തുവാൻ, ഒരു മതകലാപം ഉണ്ടാകുവാൻ ഇതിലും വലിയ കാരണങ്ങൾ വേറെ എന്തു വേണം? എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാവുന്ന ഒരു മതകലാപത്തിന്റെ ഭീഷണിയിൽ രാജ്യം നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് രാഷ്ട്രീയക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും ഏതു വിധേനയും ഈ കേസ് മൂടി വയ്ക്കുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ചില മാധ്യമങ്ങൾ ധൈര്യസമേതം ഈ കേസുമായിട്ട് മുൻപോട്ട് പോയി. അതോടെ കാര്യങ്ങളാകെ കൈവിട്ടു. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സെക്സ് സ്കാൻഡൽ ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ: അജ്മീർ സെക്സ് സ്കാൻഡൽ. 1990-കളിൽ അജ്മീറിൽ സോഫിയ എന്നു പേരുള്ള ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളാണിത്. അതേ സ്കൂളിൽ പ്രീ ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു സാവിത്രി. സാവിത്രി എന്നുള്ളത് ഒറിജിനൽ പേരല്ല. മാധ്യമങ്ങൾ അവളെ വിളിച്ചത് അങ്ങനെയാണ്. ഇന്നു വരെ സാവിത്രിയുടെ യഥാർത്ഥ പേര് പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്കും അവളെ സാവിത്രി എന്ന് വിളിക്കാം. മറ്റുള്ള കുട്ടികളെ പോലെ ആയിരുന്നില്ല സാവിത്രി. മറ്റുള്ള കുട്ടികൾ കാണുന്ന സ്വപ്നവുമായിരുന്നില്ല അവൾക്കുണ്ടായിരുന്നത്. പൊതുവെ ആ പ്രായത്തിലുള്ള കുട്ടികൾ കാണുന്ന സ്വപ്നം ഇതായിരിക്കും: നന്നായിട്ട് പഠിച്ച് ഒരു ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റേതെങ്കിലും തൊഴിലോ സമ്പാദിക്കുക. എന്നാൽ സാവിത്രിയുടെ സ്വപ്നം വേറെയായിരുന്നു. അവൾ കണ്ട സ്വപ്നം ഒരു പൊളിറ്റീഷ്യൻ ആവുക എന്നതാണ്. ആ സമയത്താണ് സാവിത്രിയെ ഫറൂഖ് എന്നു പേരുള്ള ഒരാൾ ശ്രദ്ധിക്കുവാൻ തുടങ്ങിയത്. സാവിത്രി സ്കൂളിലേക്ക് വരുമ്പോഴും പോകുമ്പോഴുമെല്ലാം ഫറൂഖ് അവളെ നിരീക്ഷിച്ചു. അവൻ അവളോട് വലിയ ഇഷ്ടം തോന്നി. ആ ഇഷ്ടം തിരിച്ചും എങ്ങനെ നേടിയെടുക്കാമെന്നായി പിന്നെ അവന്റെ ചിന്ത. ഇതിനിടയിൽ ഫറൂഖ് ഒരു കാര്യം മനസ്സിലാക്കി: സാവിത്രിക്ക് ഒരു ഉറ്റ സുഹൃത്തുണ്ട്. അവന്റെ പേര് അജയ് എന്നാണ്. ഒരു വലിയ ബിസിനസ് മാഗ്നറ്റിന്റെ മകനാണ് ഈ അജയ്. സാവിത്രിയെ എങ്ങനെയെങ്കിലും തന്റെ വലയിലാക്കണമെന്ന് പ്രതിജ്ഞയെടുത്ത ഫറൂഖ് അതിനു വേണ്ടിയിട്ട് ചെയ്ത കാര്യം ഇതാണ്: ഒരു ദിവസം അവൻ അജയിനെ തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ആളൊഴിഞ്ഞൊരു ഫാം ഹൗസിൽ എത്തിച്ച് അവനെ പരിപൂർണ്ണ നഗ്നനാക്കി. തുടർന്ന് ഏതാനും ഫോട്ടോകൾ എടുത്തു. അതിനുശേഷം ഫറൂഖ് അജയിനെ ഭീഷണിപ്പെടുത്തി: സാവിത്രിയെ തനിക്ക് പരിചയപ്പെടുത്തി തന്നില്ല എങ്കിൽ ഈ ഫോട്ടോ മുഴുവൻ പബ്ലിഷ് ചെയ്യും. ഇതോടെ അജയും വലിയൊരു വിഷമസന്ധിയിലാവുകയാണ്. താൻ സാവിത്രിയെ ഫറൂഖിന് പരിചയപ്പെടുത്താമെന്ന് അവൻ സമ്മതിച്ചു. അതിന്റെ അടുത്ത ദിവസം നാടകീയമായൊരു സംഭവം ഉണ്ടായി. സാവിത്രിയും അവളുടെ അനുജത്തിയും മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു മാരുതി ഓംനി വാൻ അതുവഴിക്ക് വന്നു. സാവിത്രിയുടെയും അനുജത്തിയുടെയും അരികിലെത്തിയപ്പോൾ വാനിന്റെ വേഗത കുറഞ്ഞു. ആ വാഹനം ഓടിച്ചിരുന്നത് അജയ് ആയിരുന്നു. അജയിനെ കണ്ടത് സാവിത്രി കൈ ഉയർത്തി ഹായ് പറഞ്ഞു. അജയ് അവളെ വാനിന്റെ അരികിലേക്ക് ക്ഷണിച്ചു.
പിന്നെ ആ വാനിന്റെ അകത്തുണ്ടായിരുന്ന മറ്റ് 3 പേരെ അവൾക്ക് പരിചയപ്പെടുത്തി. അവരുടെ പേരുകൾ ഇതായിരുന്നു: ഫറൂഖ് ചിഫ്തി, അൻവർ ചിഫ്തി, നഫീസ് ചിഫ്തി. തന്റെ പുതിയ കൂട്ടുകാരാണ് ഇവർ എന്ന് പറഞ്ഞാണ് സാവിത്രിക്ക് മുൻപിൽ അജയ് ഇവരെ പരിചയപ്പെടുത്തിയത്. സത്യത്തിൽ ഈ 3 പേരെയും പരിചയപ്പെട്ടതിൽ സാവിത്രിക്കായിരുന്നു ഏറ്റവും വലിയ സന്തോഷം. കാരണം താനിപ്പോൾ പരിചയപ്പെട്ട ഈ 3 പേരും സാധാരണക്കാരല്ലെന്ന് അവൾക്കറിയാം. ഈ 3 പേരെയും അജ്മീർ സിറ്റിയിലുള്ള എല്ലാവർക്കും അറിയാം. ഒരു സെലിബ്രിറ്റി ലെവലിൽ ഫേമസ് ആയിരുന്നു അവിടെ അവർ. ആ നാട്ടിലുള്ള എല്ലാവർക്കും വലിയ ബഹുമാനമായിരുന്നു ഇവരോട്. അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ദർഗ അവിടെയുണ്ട്. തലമുറയായിട്ട് ആ ദർഗ നോക്കി നടത്തുന്നത് ഒരു കുടുംബക്കാരാണ്. ആ കുടുംബത്തിൽപ്പെട്ടവരാണ് ഈ 3 പേരും. അതുകൊണ്ടും തീർന്നില്ല. ഇവരിൽ ഒന്നാമനായ ഫറൂഖ് ചിഷ്തി അജ്മീർ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. നഫീസ് ചിഷ്തി ആവട്ടെ അജ്മീർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. മൂന്നാമത്തെ ആളായ അൻവർ ചിഷ്തി അജ്മീർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ധനാഢ്യരായ പാരമ്പര്യമുള്ള പൊളിറ്റീഷ്യന്മാരായിരുന്നു ഈ 3 പേരും. സാവിത്രിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? എങ്ങനെയെങ്കിലും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുക. അതുകൊണ്ട് ഇവരെ പരിചയപ്പെട്ട ഉടനെ അവൾ അവരോട് ചോദിച്ചു, തനിക്ക് കോൺഗ്രസിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് വാങ്ങിച്ചു തരുമോ എന്ന്. സാവിത്രിയെ എങ്ങനെ വലയിലാക്കണമെന്ന ചിന്താക്കുഴപ്പത്തിലായിരുന്ന ഫറൂഖിനെ സംബന്ധിച്ച് ഇത് വലിയൊരു അവസരമായിരുന്നു. ഇരുവരും തമ്മിൽ പരിചയപ്പെട്ടു. അടിക്കടി സംസാരിക്കാൻ തുടങ്ങി. പിന്നെ സംസാരിക്കുന്ന ഇടവേളകളുടെ ദൈർഘ്യം കുറഞ്ഞു വന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ സാവിത്രി ഫറൂഖിനെ പ്രണയിക്കാൻ തുടങ്ങി. അയാൾക്ക് വേണ്ടതും അതുതന്നെയായിരുന്നു. കുറച്ചു നാളുകൾ അങ്ങനെ കടന്നുപോയപ്പോൾ ഫറൂഖ് സാവിത്രിയോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. നമുക്ക് അല്പസമയം ഒറ്റയ്ക്ക് ചെലവഴിക്കാം. അതിനു വേണ്ടിയിട്ട് അയാൾ അവളെ ആളൊഴിഞ്ഞൊരു ഫാം ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഈ ഫാം ഹൗസും ഫറൂഖിന്റെ കുടുംബക്കാരുടെ വകയാണ്. അവിടെ വെച്ച് അവർ ഒന്നായി. അതിനുശേഷം ഇരുവരും സെക്ഷൽ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുവാനായിട്ട് പലപ്പോഴും അവിടേക്ക് വന്നു. സാവിത്രിക്ക് ഫറൂഖിനോടുള്ള പ്രണയം ഒരു യാഥാർത്ഥ്യമായിരുന്നു. എന്നാൽ അവൻ അങ്ങനെ ആയിരുന്നില്ല. ദിവസങ്ങൾ പോകെ ഫറൂഖിന് സാവിത്രിയോട് വെറുപ്പ് തോന്നുവാൻ തുടങ്ങി. ഒരു ദിവസം പതിവ് പോലെ സാവിത്രി സ്കൂളിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഫറൂഖിന്റെ വാൻ അവളുടെ അടുത്ത് വന്നു നിന്നു. ആ വാനിന്റെ ഉള്ളിൽ ഫറൂഖിനെ കൂടാതെ നഫീസും ഉണ്ടായിരുന്നു. വാനിൽ കയറിക്കോളൂ, ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുചെന്നാക്കാമെന്ന് ഫറൂഖ് അവളോട് പറഞ്ഞു. അവന്റെ വാക്കും വിശ്വസിച്ച സാവിത്രി വാഹനത്തിലേക്ക് കയറുകയാണ്. എന്നാൽ ആ വാൻ സ്കൂളിന്റെ മുൻപിൽ എത്തിയിട്ട് നിർത്തിയില്ല. സ്കൂളും കടന്ന് മുൻപോട്ട് പോവുകയാണ്. ഇത് കണ്ട് സാവിത്രി അല്പം പരിഭ്രമത്തോടെ സ്കൂൾ കഴിഞ്ഞിരിക്കുന്നു, വണ്ടി ഇവിടെ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഫറൂഖ് അവളോട് ഇങ്ങനെ പറഞ്ഞു, നീ പാർട്ടിയിൽ ഒരു സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടല്ലോ. അതിനായിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യേണ്ടതുണ്ട്. ആ ഫോമിൽ ഒട്ടിക്കുവാനായിട്ട് നിന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരെണ്ണം വേണം. അതെടുക്കുവാനാണ് നമ്മൾ പോകുന്നത്. ഫോട്ടോ എടുത്ത് ആ ഫോമും ഫില്ല് ചെയ്ത ശേഷം നിന്നെ തിരികെ സ്കൂളിന്റെ മുൻപിൽ ഇറക്കി വിടാം. മറ്റൊന്നും ചിന്തിക്കാതെ സാവിത്രിയും ശരി അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു. അവളും വലിയ സന്തോഷത്തിലായിരുന്നു. എന്നാൽ ആ സമയം സാവിത്രിക്ക് ഒരു കാര്യം അറിയില്ലായിരുന്നു. അന്ന് അവർ എടുക്കുവാൻ പോകുന്ന ആ ഫോട്ടോ തന്റെ മാത്രമല്ല, അജ്മീറിലെ 100 കണക്കിന് യുവതികളുടെ ജീവിതം തകർക്കുവാൻ പോകുന്ന ഒന്നായിരുന്നുവെന്ന്. ഇന്ത്യൻ ക്രിമിനൽ ഹിസ്റ്ററിയിൽ കോളിളക്കം സൃഷ്ടിക്കുവാൻ പോകുന്ന ഒരു കേസിലേക്കാണ് തന്റെ യാത്രയെന്ന്. ആ വാൻ പോയത് അജ്മീറും താണ്ടി ഒരു ഗ്രാമത്തിലേക്കാണ്. അവിടെയുള്ള ഒരു ഫാം ഹൗസിന്റെ മുൻപിൽ വാഹനം വന്നു നിന്നു. മൂവരും വാനിൽ നിന്നും ഇറങ്ങി. അപ്പോൾ ഫറൂഖ് സാവിത്രിയോട് ഇങ്ങനെ പറഞ്ഞു, രാഷ്ട്രീയത്തെക്കുറിച്ച് നഫീസിന് നീയുമായിട്ട് ചിലത് സംസാരിക്കുവാനുണ്ട്. മാത്രവുമല്ല, ആപ്ലിക്കേഷൻ ഫോം ഇരിക്കുന്നത് ഈ കെട്ടിടത്തിന്റെ ഉള്ളിലാണ്. നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് അവളെയും കൂട്ടി ഒരു റൂമിലെത്തുകയാണ്. അതിനുശേഷം ഫറൂഖ്, നിങ്ങൾ ഇരുവരും സംസാരിച്ചിരിക്കൂ, എനിക്ക് പുറത്തൊരു ജോലി ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി. ഇപ്പോഴാ റൂമിൽ സാവിത്രിയും നഫീസ് ചിഷ്തിയും മാത്രമാണുള്ളത്. രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും നഫീസിന് തന്നോട് സംസാരിക്കുവാനായിട്ടുണ്ടാവുക എന്നാണ് സാവിത്രി വിചാരിച്ചത്. എന്നാൽ പിന്നീട് നടന്ന കാര്യങ്ങൾ അവൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതായിരുന്നു. ഫറൂഖ് പോയതിന്റെ തൊട്ടു പിന്നാലെ സാവിത്രിയെ നഫീസ് റേപ്പ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. നഫീസിനെ തള്ളി മാറ്റിയിട്ട് സാവിത്രി ഓടി രക്ഷപ്പെടുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ അയാൾ അവളെ പിടിച്ചു നിർത്തി റൂമിന്റെ വാതിൽ കുറ്റിയിട്ടു. പിന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി, നീ ഇപ്പോൾ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ ഇവിടെ വെച്ച് നിന്നെ കൊന്നുകളയും. സാവിത്രിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. പേടി മൂലം അവളാകെ തളർന്നു പോയിരുന്നു. അതിനുശേഷം നഫീസ് അവിടെയിട്ട് സാവിത്രിയെ റേപ്പ് ചെയ്തു. അതുകൊണ്ടും കാര്യങ്ങൾ അവസാനിച്ചില്ല. തന്റെ ആവശ്യം കഴിഞ്ഞതും നഫീസ് ന്യൂഡായിട്ടുള്ള അവളുടെ ചില ഫോട്ടോകൾ എടുത്തു. പിന്നെ ആ ഫോട്ടോ കാണിച്ച് തങ്ങൾ പറയുന്നത് അതുപോലെ അനുസരിച്ചില്ലെങ്കിൽ ഇതെല്ലാം പുറത്തു വിടുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ഈ ഫോട്ടോ കാട്ടി ഭീഷണിപ്പെടുത്തി പലവട്ടം സാവിത്രിയെ ആ ഫാം ഹൗസിലെത്തിച്ച് ഫറൂഖും അൻവറും നഫീസും റേപ്പ് ചെയ്തു. അങ്ങനെ ഒരു ഘട്ടമായപ്പോൾ സാവിത്രി അവർക്ക് മടുക്കുവാൻ തുടങ്ങി. അവർ ഇവളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു, നിന്റെ ഫോട്ടോ ഞങ്ങൾ പുറത്തു വിടാതിരിക്കണമെങ്കിൽ നിന്റെ ഒരു സുഹൃത്തിനെ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരണം. വേറെ വഴിയില്ലാതെ നിവൃത്തിയില്ലാതെ സാവിത്രി അതിന് സമ്മതിക്കുകയാണ്. ഒരു ദിവസം അവൾ പറഞ്ഞതുപോലെ ചെയ്തു. തന്റെ ഒരു സുഹൃത്തിനെയും കൂട്ടിക്കൊണ്ട് ആ ഫാം ഹൗസിലെത്തി. ആ ഫാം ഹൗസിന്റെ മുൻപിൽ എത്തും വരെ ആ കുട്ടിക്ക് തനിക്ക് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നറിയില്ലായിരുന്നു. അവിടെ വെച്ച ഈ 3 പേരും ചേർന്ന് ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. എന്നിട്ട് അവളുടെ ന്യൂഡായിട്ടുള്ള നിരവധി ചിത്രങ്ങൾ എടുത്തു. ഈ ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് ഭയപ്പെടുത്തി അവളോടും മറ്റൊരാളെ കൊണ്ടുവരുവാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഇതൊരു ചെയിൻ പോലെ മുൻപോട്ട് പോവുകയാണ്.
സ്കൂൾ കുട്ടികൾ മാത്രമായിരുന്നില്ല ഇവരുടെ വലയിൽ കുടുങ്ങിയത്. ഇവർ മുഖാന്തരം നിരവധി കോളേജ് വിദ്യാർത്ഥിനികളും ഈ ഫാം ഹൗസിൽ എത്തിച്ചേരുകയാണ്. ചെയിൻ ഓഫ് മർഡർ എന്ന് പറയും പോലെ ചെയിൻ ഓഫ് റേപ്പ് അതായിരുന്നു ഇവിടെ സംഭവിച്ചത്. ഇവരിതിങ്ങനെ തുടരുന്ന സമയത്ത് തന്നെ അപമാന ഭീതി മൂലം നിരവധി പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു. പോലീസിന്റെ കണക്ക് പ്രകാരം അപമാന ഭീതി മൂലം ഏകദേശം 6 പേരാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്തത്. മരണപ്പെട്ട പെൺകുട്ടികൾക്കെല്ലാം പൊതുവായിട്ടുള്ള ഒരു സവിശേഷത ഉണ്ടായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അവരെല്ലാം ഒരേ സ്കൂളിലും ഒരേ കോളേജിലും പഠിക്കുന്നവരാണ്. ഈ വസ്തുത ചില രാഷ്ട്രീയക്കാരുടെയും ഗവൺമെന്റ് ഓഫീസർമാരുടെയും ശ്രദ്ധയിൽപ്പെടുകയാണ്. അവരുടെ ശ്രദ്ധ മുഴുവനും സോഫിയ എന്നു പേരുള്ള ആ സ്കൂളിന്റെ നേർക്ക് തിരിഞ്ഞു. ക്രമേണ അവർക്ക് ഫറൂഖും അവന്റെ ഗ്യാങ്ങും ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായി. എന്നാൽ ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കുവാനല്ല അവർ ശ്രമിച്ചത്. നേരെ മറിച്ച് അവരും ഈ കൂട്ടത്തിൽ കൂടി ആ കുട്ടികളെ ദുരുപയോഗം ചെയ്യുവാൻ തുടങ്ങി. എന്നാൽ ഈ ചെറിയ ഒരു കൂട്ടം ആളുകൾക്കിടയിൽ മാത്രമായിട്ട് ഈ രഹസ്യം ഒതുങ്ങി നിന്നില്ല. മാസങ്ങൾ മുൻപോട്ട് പോകവേ അജ്മീറിലുള്ള മറ്റു ചിലരും ഈ വാർത്ത അറിയുകയാണ്. ഇവർക്ക് ആകെപ്പാടെ അറിയാവുന്ന കാര്യം ഇതാണ്: ഫറൂഖും കൂട്ടരും നിരവധി പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല അവരുടെ ഫോട്ടോയും എടുത്തു വെച്ചിട്ടുണ്ട്. അത്രമാത്രം. എന്നാൽ ഈ വിവരം ഉപയോഗിച്ച് അവർ വേറൊരു കാര്യം ചെയ്തു. ഇവരിൽ ചിലർ സംശയം തോന്നിയ ചില പെൺകുട്ടികളെ സമീപിച്ച്, ഞാൻ ഫറൂഖിന്റെ ഗ്യാങ്ങിൽപ്പെട്ടവനാണ്, ഫറൂഖാണ് എന്നെ അയച്ചത്, ഫോട്ടോ എടുത്ത കാര്യമൊക്കെ എനിക്കറിയാം, എന്റെ അടുത്തും നിന്റെ ഫോട്ടോയുടെ ഒരു കോപ്പി ഇരിപ്പുണ്ട്, അത് ഞാൻ പുറത്തു വിടണ്ട എന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് അനുസരിക്കണമെന്ന് പറഞ്ഞ് അവരെ റേപ്പ് ചെയ്തു. അങ്ങനെ ഈ അവസരത്തെ മുതലാക്കിയവർ സമൂഹത്തിലെ ഉന്നതന്മാരാണെന്ന് വിചാരിച്ചെങ്കിൽ അവിടെ തെറ്റി. പാൽക്കാരൻ, ചായക്കടയിൽ ചായ അടിക്കുന്നവൻ, റോഡിൽ കൂടി തേരാപാരാ നടക്കുന്ന ചില വയസ്സന്മാർ, അങ്ങനെ തുടങ്ങി പലരും ഈ പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്തു. ആ കുട്ടികൾ ആകെപ്പാടെ നിരാശരായി. തങ്ങളുടെ ഈ നിസ്സഹായാവസ്ഥയിൽ തങ്ങളെ സഹായിക്കുവാനായിട്ട് ആരുമില്ല. ദൈവം എന്നു പേരുള്ള ഒരു ശക്തി ഉണ്ടോ എന്ന് വരെ അവർ സംശയിച്ചു തുടങ്ങി. ആ സമയത്താണ് ദേവദൂതനെ പോലെ ഒരാൾ കടന്നു വന്നത്. അയാളുടെ പേര് ദേവേന്ദ്ര ജെയിൻ എന്നാണ്. ഈ ചെയിൻ ഓഫ് ഗ്യാങ് റേപ്പിന്റെ മൂല കാരണം സാവിത്രിയുടെ ഫോട്ടോ ആയിരുന്നു. ഒരു ഫോട്ടോയിൽ നിന്നും ആരംഭിച്ച ഈ ക്രൈം അവസാനിച്ചതും മറ്റൊരു ഫോട്ടോയിലാണ്. ഇന്നുള്ളതുപോലെ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്ന ടെക്നോളജി ഒന്നും അന്നില്ലായിരുന്നു. 1990 കാലഘട്ടത്തിലെ ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നത് ഫിലിം റോളുകളിലാണ്. അതിൽ എടുക്കുന്ന ഫോട്ടോ ഫിലിമിലായിരിക്കും പതിയുക. ഇതിനെ നെഗറ്റീവ് എന്ന് പറയും. ഈ ഫിലിം റോളുകൾ ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ കൊടുത്ത് ചില പ്രോസസ്സിംഗ് നടത്തിയാൽ മാത്രമാണ് അത് ഫോട്ടോ ആയിട്ട് നമുക്ക് കിട്ടൂ. അതുകൊണ്ട് ഫറൂഖും നഫീസും അൻവറും തങ്ങളെടുത്ത ഫോട്ടോകൾ, അതായത് ഫിലിം റോളുകൾ ഏൽപ്പിച്ചത് ഇതുപോലൊരു സ്റ്റുഡിയോയിലായിരുന്നു. അങ്ങനെ ഈ 3 ക്രിമിനൽസും പെൺകുട്ടികളുടെ ഫോട്ടോകൾ ഡെവലപ്പ് ചെയ്യുവാനായിട്ട് ഏൽപ്പിച്ച സ്ഥാപനമാണ് അജ്മീർ കളർ ലാബ്. ഈ സ്റ്റുഡിയോ നടത്തുന്നത് പുരുഷോത്തം എന്നു പേരുള്ള ഒരാളാണ്. ഈ പുരുഷോത്തമിന്റെ സുഹൃത്താണ് നമ്മൾ മുൻപ് പറഞ്ഞ ദേവേന്ദ്ര ജെയിന്. ഒരു ദിവസം തന്റെ സുഹൃത്തുമായിട്ട് അല്പസമയം സംസാരിച്ചിരിക്കുവാൻ ഈ ദേവേന്ദ്ര ജെയിൻ പുരുഷോത്തമിന്റെ സ്റ്റുഡിയോയിലെത്തി. അപ്പോൾ മേശപ്പുറത്തായിട്ട് ഏതാനും പോൺ മാഗസിൻ കിടക്കുന്നത് അയാൾ കണ്ടു. ദേവേന്ദ്ര ജെയിൻ അതെടുത്ത് വെറുതെ മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ആ സമയത്ത് പുരുഷോത്തം ദേവേന്ദ്ര ജെയിനോട് ഒരു വീരവാദം മുഴക്കി. ഇതൊക്കെ എന്ത് ചിത്രങ്ങളാണ്, ഇതിലും നല്ല ഒറിജിനൽ ചിത്രങ്ങൾ എന്റെ കൈവശമുണ്ട്, അതും നമ്മുടെ ഈ നാട്ടിലെ കുട്ടികളുടെ. എങ്കിൽ തനിക്കും അതൊന്ന് കാണണമെന്ന് ദേവേന്ദ്ര ജെയിൻ കൂട്ടുകാരനോട് പറഞ്ഞു. പുരുഷോത്തം വേഗം തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോകളെല്ലാം അയാളെ കാണിച്ചു. എന്നാൽ മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല ദേവേന്ദ്ര ജെയിൻ. അയാൾ ആ ഫോട്ടോകൾ കണ്ട് ആസ്വദിക്കുന്നതിന് പകരം മറ്റൊരു കാര്യം ചെയ്തു. അതിന്റെ എല്ലാം ഓരോ കോപ്പി വീതം അവിടെ നിന്നും കൈക്കലാക്കി. എന്നിട്ട് ആ കോപ്പികളെല്ലാം അയാൾക്ക് പരിചയമുള്ള പ്രസ് റിപ്പോർട്ടർമാരുടെ അടുക്കൽ എത്തിച്ചു. സമൂഹത്തിലെ ഉന്നതർ ഉൾപ്പെടുന്ന വലിയൊരു സെക്സ് റാക്കറ്റിനെ കുറിച്ച് ഇത്രയും അധികം തെളിവുകൾ കിട്ടിയിട്ടും ഒരു പത്രം പോലും അത് റിപ്പോർട്ട് ചെയ്തില്ല. അങ്ങനെ ഇരിക്കെ വളരെ യാദൃശികമായിട്ട് സന്തോഷ് ഗുപ്ത എന്നു പേരുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടറുടെ കൈവശം ഈ ഫോട്ടോകൾ എത്തിച്ചേരുകയാണ്. നവജ്യോതി എന്നു പേരുള്ള ഒരു പത്രസ്ഥാപനത്തിലാണ് സന്തോഷ് ജോലി ചെയ്യുന്നത്. അയാൾ ഇതേക്കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെയാണ് സന്തോഷ് സഫിയ സ്കൂളിനെയും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന പ്രവർത്തനങ്ങളെയും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുവാൻ തുടങ്ങിയത്. അധികം വൈകാതെ ഫറൂഖും ഗ്യാങ്ങും എന്താണ് ചെയ്യുന്നത് എന്ന് ഇദ്ദേഹം കണ്ടുപിടിച്ചു. മാത്രവുമല്ല, ഇവരുടെ ഇരയായ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുകയും ചെയ്തു. ഒരു ദിവസം ആ പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് കിട്ടാവുന്നത്രയും ഡീറ്റെയിൽസ് ശേഖരിച്ചു. ആ സമയത്താണ് ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം അദ്ദേഹം മനസ്സിലാക്കിയത്. ഫറൂഖിന്റെയും കൂട്ടരുടെയും ഇരകളിൽ സമൂഹത്തിലെ ഉന്നതരുടെ മക്കൾ വരെ ഉൾപ്പെട്ടിരുന്നു. IAS ഓഫീസർമാരുടെയും IPS ഓഫീസർമാരുടെയും മക്കൾ വരെ അതിൽ ഉൾപ്പെട്ടിരുന്നു. എന്നിട്ട് പോലും ഈ അനീതിക്കെതിരെ അവർക്കൊരു ചൂട് പോലും മുൻപോട്ട് വയ്ക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഫറൂഖിനും അയാളുടെ കുടുംബക്കാർക്കും അജ്മീറിൽ ഉണ്ടായിരുന്ന സ്വാധീനം എന്തായിരുന്നുവെന്ന്. IAS IPS ഓഫീസർമാരുടെ പെൺമക്കൾ വരെ ഉൾപ്പെട്ട കേസായിട്ടും പകൽ പോലെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിട്ടും ഒരു പത്രവും ഇത് റിപ്പോർട്ട് ചെയ്യുവാനായിട്ട് മുൻപോട്ട് വന്നില്ല. മാത്രവുമല്ല, അന്ന് അജ്മീറിൽ ഉണ്ടായിരുന്ന ചില ഉന്നത പോലീസ് ഓഫീസർമാർക്കും ഇതേക്കുറിച്ച് അറിയാമായിരുന്നു. പക്ഷെ അവരും ഒരു ആക്ഷനും എടുത്തില്ല. എന്നാൽ നവജ്യോതി എന്ന പത്രസ്ഥാപനം മാത്രം ധൈര്യസമേതം ഈ ക്രൂരതയെ വെളിച്ചത്ത് കൊണ്ടുവരുവാനായിട്ട് തീരുമാനിച്ചു. ഈ കേസ് അന്വേഷിച്ച റിപ്പോർട്ടർ സന്തോഷ് ഗുപ്ത അതിനു വേണ്ടിയിട്ടൊരു കാര്യം ചെയ്തു. ഈ കേസിൽ ഉൾപ്പെട്ട ഫറൂഖ്, അൻവർ, നഫീസ്, നിഷാദ് അലി, സലീം, പർവേസ് അൻസാരി, പുട്ടാൻ, ഹാരിസ്, ശൈലേഷ് സോണി, പിന്നെ ഇവരുടെ എല്ലാവരുടെയും ഫോട്ടോകൾ ഡെവലപ്പ് ചെയ്തു കൊടുത്ത പുരുഷോത്തമൻ അടക്കം
എല്ലാവരുടെയും ഫോട്ടോകൾ ഉൾപ്പെടുത്തി വലിയൊരു ആർട്ടിക്കിൾ തയ്യാറാക്കി. കഴിഞ്ഞ 2 വർഷമായിട്ട് അജ്മീറിലെ സ്ത്രീകൾ അനുഭവിച്ച ക്രൂരതയുടെ നേർചിത്രമായിരുന്നു ആ ആർട്ടിക്കിൾ. 1992 മെയ് 15 നവജ്യോതി അത് ധൈര്യസമേതം പബ്ലിഷ് ചെയ്തു. അതേ സമയത്ത് മദൻ സിംഗ് എന്നു പേരുള്ള മറ്റൊരു ന്യൂസ് റിപ്പോർട്ടറും ഫറൂഖ് ഗ്യാങ്ങിന്റെ മുഴുവൻ ചിത്രങ്ങളും ശേഖരിച്ച് അത് പോലീസിന് കൈമാറി. 1992 മെയ് 15 പ്രഭാതം പൊട്ടിവിടർന്നത് വലിയൊരു നടുക്കത്തോടു കൂടിയായിരുന്നു. ഈ വാർത്ത പുറത്തു വന്നതിന്റെ തൊട്ടു പിന്നാലെ അജ്മീറിലെമ്പാടും ഒരു വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ്. അത്രയും കാലം വരെ രാജാക്കന്മാരായിട്ടാണ് ഫറൂഖ് സംഘവും അജ്മീറിൽ ജീവിച്ചു വന്നത്. അവർ പറയുന്നതാണ് നിയമം, അവർ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കൂ. അതായിരുന്നു ഇന്നലെ വരെയുള്ള അവസ്ഥ. എന്നാൽ ഇന്ന് കാര്യങ്ങളാകെ മാറിയിരിക്കുന്നു. ജനങ്ങൾ ഈ ക്രിമിനൽ ഗ്യാങ്ങിനെതിരെ അതിശക്തമായിട്ട് പ്രതികരിച്ചു. ഫറൂഖും കൂട്ടരും ഞെട്ടിപ്പോയി. അവർ ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇങ്ങനെ ഒരു തിരിച്ചടി. ഇപ്പോൾ ഫറൂഖിന്റെയും കൂട്ടരുടെയും മുഴുവൻ പകയും ഈ കേസ് വെളിച്ചത്ത് കൊണ്ടുവന്ന ആ റിപ്പോർട്ടർമാർക്ക് നേർക്ക് തിരിയുകയാണ്. അയാൾ ഒരു കാര്യം ചെയ്തു. ഈ 2 റിപ്പോർട്ടർമാരെയും കൊല്ലുവാനായിട്ട് ഏതാനും ഗുണ്ടാ സംഘങ്ങളെ അയച്ചു. ഈ ഗുണ്ടാ സംഘങ്ങൾ ഒരിടത്ത് വെച്ച് റിപ്പോർട്ടർ മദൻ സിംഗിനെ കണ്ടുമുട്ടി. കണ്ടയിടത്ത് തന്നെ അവർ അയാളെ വെടിവെച്ചു. മദൻ സിംഗ് സ്പോട്ടിൽ കൊല്ലപ്പെട്ടു. പരസ്യമായിട്ട് ഇങ്ങനെ ഒരു അരുങ്കൊല നടന്നിട്ടും പോലീസ് ഇവർക്കെതിരെ എന്നിട്ടും ആക്ഷൻ എടുത്തില്ല. കാരണം അജ്മീറിൽ അവർക്കുള്ള പിടിപാട് അത്ര വലുതായിരുന്നു. അതിന് മറ്റൊരു ഉദാഹരണം നോക്കാം. അജ്മീർ മഹിളാ സമൂഹ എന്നു പേരുള്ള ഒരു സ്ത്രീ സംഘടന ഈ കേസ് ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് വന്നു. പക്ഷെ അവർക്കും ഭീഷണിയെ തുറന്ന് പിന്മാറേണ്ടി വന്നു. സാധാരണഗതിയിൽ വനിതാ സംഘടനകൾ ഇത്തരം കേസുകളൊന്നും വിട്ടുകളയുന്നതല്ല. അതും 250ഓളം സ്ത്രീകൾ ബാധിക്കപ്പെട്ട കേസ്. എന്നിട്ടും അവർ പിന്മാറണമെങ്കിൽ എത്രമാത്രം വലിയ സമ്മർദ്ദമായിരിക്കും അവർക്ക് നേരെ വന്നിട്ടുണ്ടാവുക. ഇതിനിടയിൽ ചില പത്രസ്ഥാപനങ്ങൾ മറ്റൊരു നെറുകേടും കാണിച്ചു. അത്രയും കാലം വരെ പത്രങ്ങൾ ഇരകളായ യുവതികളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടത് ബ്ലർ ചെയ്ത നിലയിലായിരുന്നു. ഈ മാധ്യമ സ്ഥാപനങ്ങൾ സമ്പന്നരായിട്ടുള്ള ഇരകളുടെ കുടുംബങ്ങളെ സമീപിച്ച് ഒരു കാര്യം ആവശ്യപ്പെട്ടു. നിങ്ങളുടെ മകളുടെ ബ്ലർ ചെയ്യാത്ത നല്ല ക്വാളിറ്റിയുള്ള ചിത്രങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങളത് പുറത്തുവിടണ്ടെങ്കിൽ ഞങ്ങൾക്കും പണം തരണം. വേറെ ഗത്യന്തരമില്ലാത്തതുകൊണ്ട് അവർക്ക് ആ പണം നൽകേണ്ടി വന്നു. മാധ്യമങ്ങളുടെ നെറുകേടും അതോടൊപ്പം സത്യസന്ധതയും ഈ കേസ് എടുത്തു പറയുന്നുണ്ട്. 1-2 പത്രസ്ഥാപനങ്ങൾ സ്വന്തം ജീവൻ പണയം വെച്ചും ഈ അനീതി പുറത്തു കൊണ്ടുവരുവാനായിട്ട് ശ്രമിച്ചപ്പോൾ വേറെ ചില പത്രസ്ഥാപനങ്ങളാകട്ടെ അത് മുതലെടുക്കുവാനാണ് ശ്രമിച്ചത്. ഒടുവിൽ അജ്മീറിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പോലീസിന് കേസെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയായി. ഈ കേസിൽ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ 250-ലധികം വിക്ടിംസ് ഉണ്ട്. എന്നാൽ അവരിൽ വെറും 13 പേർ മാത്രമാണ് ഫറൂഖിനും ഗ്യാങ്ങിനുമെതിരെ കേസ് കൊടുക്കുവാനായിട്ട് മുൻപോട്ട് വന്നത്. എന്നാൽ മഹിളാ സംഘടനകളുടെ പിന്മാറ്റവും അതുപോലെ റിപ്പോർട്ടറെ കൊല ചെയ്ത സംഭവവും അവരെ ഞെട്ടിച്ചു കളഞ്ഞു. മാത്രവുമല്ല, ഫറൂഖിന്റെ ആളുകൾ ഈ പെൺകുട്ടികളുടെ വീട്ടിൽ വന്ന് അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതോടെ പരാതി കൊടുക്കുവാനായിട്ട് മുൻപോട്ട് വന്ന 13 പേരിൽ 10 പേർ പിന്മാറി. പിന്നെ അവശേഷിക്കുന്നത് വെറും 3 പേരാണ്. അതിൽ ഒരു കുട്ടി ഈ കേസ് മുൻപോട്ട് പോകുന്നതിനിടയിൽ അപമാനം സഹിക്കുവാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തു. പിന്നെ ഉള്ളത് വെറും 2 പേരാണ്. മറ്റൊരു കുട്ടിയും അവളുടെ കുടുംബവും ആ നാട് തന്നെ വിട്ട് ദൂരെ എവിടേക്കോ പോയി. അവർ എവിടെ പോയെന്നറിയില്ല. അതിന് കാരണം ജനങ്ങളുടെ കാഴ്ചപ്പാടായിരുന്നു. അടിക്കടി പോലീസും മറ്റുദ്യോഗസ്ഥരും ഇവരുടെ വീട്ടിൽ കയറി ഇറങ്ങുന്നതുകൊണ്ട് അയൽവാസികൾ ഇവരെ അവജ്ഞയോടെയാണ് നോക്കിയത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഫറൂഖിന്റെയും കൂട്ടരുടെയും കൂടെ പോയത് എന്ന മട്ടിൽ അപവാദ പ്രചരണങ്ങൾ ഉണ്ടായി. ഇതിൽ മനം നൊന്താണ് അവർ അജ്മീർ വിട്ടുപോയത്. ഒടുവിൽ അവശേഷിച്ചത് ഒരേ ഒരു പെൺകുട്ടി മാത്രമാണ്. അവൾ യാതൊന്നിനെയും ഭയപ്പെട്ടില്ല, ഒരു സമ്മർദ്ദത്തെയും കാര്യമാക്കിയില്ല. ധൈര്യസമേതം കേസുമായിട്ട് മുൻപോട്ട് പോയി. ഈ പെൺകുട്ടിയുടെ യഥാർത്ഥ പേര് എന്താണെന്ന് ഒരിക്കലും പുറത്തുവിട്ടിട്ടില്ല. ഈ പെൺകുട്ടിയുടെ പരാതിയിന്മേൽ 18 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ ഈ കേസിലെ മുഖ്യ പ്രതിയായ ഫറൂഖിനെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ 2007-ലാണ്. 1992-ലാണ് ഈ ക്രൂരത അരങ്ങേറിയത്. എന്നിട്ടും 15 വർഷം വേണ്ടിവന്നു പോലീസിന് അവനെ അറസ്റ്റ് ചെയ്യുവാൻ. പക്ഷേ 2007 അറസ്റ്റ് ചെയ്ത ഫറൂഖിനെ 2013 രാജസ്ഥാൻ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി. വെറും 6 വർഷം മാത്രമാണ് അയാൾക്ക് തടവിൽ കഴിയേണ്ടി വന്നുള്ളൂ. ഇതിൽ സുഹൈൽ ഖാനി എന്ന പ്രതി ഒളിവിൽ പോയി. 24 വർഷം കഴിഞ്ഞ് കഴിഞ്ഞ 2018-ലാണ് അയാൾ പോലീസിന് കീഴടങ്ങിയത്. മറ്റൊരു പ്രതിയായിട്ടുള്ള സയ്യിദ് അൽവാസ് ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. അയാൾ അമേരിക്കയിലുണ്ടെന്ന് പറയപ്പെടുന്നു. ഇന്റർപോൾ ഇവനെതിരെ റെഡ് നോട്ടീസ് പുറത്തുവിട്ടിട്ടുണ്ട്. മൊയ്ജുള്ള, ഇസ്രത്ത് അലി, ഷംസുദ്ദീൻ, അൻവർ ചിഷ്തി തുടങ്ങിയവരെ കോടതി ശിക്ഷിച്ചു. എന്നാൽ 5 വർഷം കഴിഞ്ഞ് ഇവരെല്ലാവരും പുറത്തു വന്നു. അന്നുള്ള പോക്സോ നിയമം ഇന്നുള്ളതുപോലെ അത്ര കർക്കശമായിരുന്നില്ല എന്ന് വേണം കരുതുവാൻ. ഏതാനും മാധ്യമ പ്രവർത്തകർ ധൈര്യസമേതം ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഈ കേസ് പുറത്തു വന്നത്. അല്ലെങ്കിൽ 100% ഉറപ്പാണ് ആരും അറിയാതെ മൂടിപ്പോകുന്ന ഒരു കേസായിരുന്നു ഇത്. റേപ്പ് ചെയ്തതിനു ശേഷം ഈ പെൺകുട്ടികളുടെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇവർ ഒരു കാര്യം ചെയ്യുമായിരുന്നു. അവർ തനിച്ചു നിൽക്കുന്ന ചിത്രങ്ങളായിരുന്നില്ല എടുത്തത്, കൂടെ ഇവരും ചേർന്ന് നിൽക്കും. അവരുടെ ചെസ്റ്റിൽ കൈകൾ അമർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോസ് വരെ ഇവർ എടുത്തിട്ടുണ്ട്. അതെല്ലാം പത്രങ്ങളിലെ മുൻ പേജിൽ വന്നതുമാണ്. ആ സമയത്ത് ആ കുട്ടികളുടെ മനസ്സിലൂടെ കടന്നുപോയ വിചാരങ്ങൾ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കുവാൻ പോലും കഴിയില്ല. മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം ഇതാണ്. 1-2 ദിവസങ്ങളോ മാസങ്ങളോ ആയിരുന്നില്ല,
ആരോടും പറയുവാൻ കഴിയാത്ത ഈ മനോവേദന ആ കുട്ടികൾ അടക്കി പിടിച്ച് ജീവിച്ചത്. ഏകദേശം 2 വർഷത്തോളമായിരുന്നു അവർ ഈ കൊടിയ പീഡനങ്ങൾക്ക് ഇരയായത്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോസും മറ്റു കാര്യങ്ങളും നമുക്ക് യൂട്യൂബിൽ കാണിക്കുവാനായിട്ട് കഴിയില്ല. അതെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാമിന്റെ ലിങ്ക് കീഴെ കൊടുക്കുന്നുണ്ട്. ടെലഗ്രാം ഉള്ളവർ ജോയിൻ ചെയ്യുക. ഈ സംഭവത്തിന് ശേഷം അജ്മീറിലുള്ള മാതാപിതാക്കൾ തങ്ങളുടെ പെൺകുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണന കൊടുക്കുവാൻ തുടങ്ങി. ഒരു പരീക്ഷയിൽ തോറ്റാൽ പോലും മാതാപിതാക്കൾ പെൺകുട്ടികളെ വഴക്ക് പറഞ്ഞിരുന്നില്ല. മാത്രവുമല്ല, അവർക്ക് ഏത് പുരുഷനെയാണോ ഇഷ്ടം അയാൾക്ക് തന്നെ അവളെ വിവാഹം ചെയ്തു കൊടുക്കുമായിരുന്നു. പെട്ടെന്നുണ്ടായ ഈ മാറ്റത്തിന്റെ കാരണം എന്താണ്? ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ചിന്തിച്ചേക്കാം, ഈ സംഭവത്തിന് ശേഷം ഓരോ മാതാപിതാക്കളും തങ്ങളുടെ പെൺമക്കളുടെ കാര്യത്തിൽ കൂടുതൽ കരുതലുള്ളവരായിട്ട് മാറിയെന്ന്, അവരോട് സ്നേഹം കാണിക്കുവാനായിട്ട് തുടങ്ങിയെന്നും. എന്നാൽ ഇതൊന്നുമായിരുന്നില്ല കാരണങ്ങൾ. ഏതെങ്കിലും നിസ്സാര കാര്യത്തിന് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്താൽ അജ്മീറിലുള്ള ജനങ്ങൾ അവരെ സംശയത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കും. ഫറൂഖ് ഗ്യാങ്ങിന്റെ ഇരയായിരിക്കും ഈ പെൺകുട്ടിയെന്ന് അവർ സംശയിക്കും. അതോടെ മറ്റുള്ളവർ അവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തും. ഈ ഭയം മൂലമാണ് തങ്ങളുടെ പെൺമക്കൾ ആത്മഹത്യ ചെയ്യാതിരിക്കുവാനായിട്ട് മാതാപിതാക്കൾ അവരോട് കൂടുതൽ കരുതൽ കാണിച്ചത്. ഈ കേസിൽ ഉൾപ്പെട്ട ഇരകളുടെ പല കുടുംബങ്ങളും അജ്മീറിൽ നിന്നും പലായനം ചെയ്തു. പലരും വിദേശ രാജ്യങ്ങളിൽ പോയി സെറ്റിലായി. മറ്റു ചിലരാകട്ടെ വേറെ സംസ്ഥാനങ്ങളിലേക്ക് മാറി. അപമാനം കാരണം അവർക്ക് ആ നാട്ടിൽ ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ 250ഓളം പെൺകുട്ടികളുടെ ജീവിതവും മാനവും നശിപ്പിച്ച ഫറൂഖും കൂട്ടരും ഇപ്പോഴും അജ്മീറിൽ വളരെ സന്തോഷത്തോടെ ജീവിച്ചു വരുന്നു. ഇതാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സെക്സ് സ്കാൻഡലിന്റെ കഥ. ഈ സംഭവത്തെ ആസ്പദമാക്കി അജ്മീർ 92 എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത കാലം വരെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും യൂട്യൂബിൽ ലഭ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊന്നും കാണുവാനില്ല. ഈ കഥ ഇവിടെ തീരുകയാണ്. മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.